നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട് എത്രത്തോളം അധപ്പതിച്ചു പോയി, അല്ലെങ്കിൽ എത്രത്തോളം മൃഗീയമായാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾ ഓരോ ദിവസവും പത്രം മറിക്കുമ്പോൾ കാണുന്ന കൊലപാതക വാർത്തകൾ. ആ കൊലപാതകത്തിൻ്റെ പേരുകൾ കൊലപാതകയുടെയോ അല്ലെങ്കിൽ അതിനിരയാക്കപ്പെടുന്നവരുടെ പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ. ബന്ധങ്ങളും സ്വന്തങ്ങളും എല്ലാം ഒന്നായി മാറുകയാണ്. അച്ഛൻ മക്കളെ കൊല്ലുന്നു, മക്കൾ അച്ഛനെയും അമ്മയെയും കൊല്ലുന്നു, അമ്മ മകനെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു. അങ്ങനെ മാറുകയാണ്. ഇപ്പോഴിതാ ഇവിടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് 2 പെൺമക്കളെ കൊന്ന അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായി. പക്ഷെ അദ്ദേഹം മരണപ്പെട്ടില്ല എന്നുള്ളതാണ്. 2 പെൺമക്കളും ആ ദിവസം തന്നെ മരിച്ചു എന്നുള്ളതാണ്. അതൊരു പഞ്ചനക്ഷത്ര ഹോട്ടലെടുത്താണ് അച്ഛൻ ഇത്തരം ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത്. സ്വന്തം ഭാര്യയോടുള്ള സംശയമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് വ്യക്തമാകുന്നത്. ബാംഗ്ലൂരിലെ പഞ്ചനക്ഷത്ര ഹോട്ടൽ മുറിയിൽ 2 പെൺമക്കളെ കഴുത്തുനെരിച്ച് കൊലപ്പെടുത്തി പിതാവ് ജീവനൊടുക്കാൻ ശ്രമിച്ചു. SG ഇമ്രാൻ എന്നയാളാണ് 10ഉം 5ഉം വയസ്സുള്ള കുട്ടികളെ കൊലപ്പെടുത്തിയത്. ഇമ്രാനും ഭാര്യ സനയും പിരിഞ്ഞാണ് താമസിക്കുന്നത്. കുട്ടികളുടെ കസ്റ്റഡി ലഭിക്കാത്തതിനുള്ള അമർഷവും കുടുംബ വഴക്കുമാണ് ക്രൂരകൃത്യത്തിന് ഇടയാക്കിയിരിക്കുന്നത്. അതായത് ഈ കുട്ടികളെ കഴിഞ്ഞ് കുറേ വർഷമായിട്ട് വേണം എന്ന് കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുട്ടികൾ അമ്മയുടെ ഒപ്പം നിൽക്കട്ടെ എന്ന് കോടതിയുടെ വിധി വരുന്നു. അതിന് പിന്നാലെ രോക്ഷം കൊണ്ടാണ് കുട്ടികളെയും കൊന്ന് താനും മരിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇമ്രാനും മക്കളും ഹോട്ടലിൽ മുറിയെടുത്തത്. തിങ്കളാഴ്ച ചെക്ക് ഔട്ട് ചെയ്യേണ്ടിയിരുന്നുവെങ്കിലും സമയം കഴിഞ്ഞും ഇവരെ കാണാതായതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ മാസ്റ്റർ കീ ഉപയോഗിച്ച് മുറി തുറക്കുകയായിരുന്നു. അപ്പോഴാണ് കിടക്കയിൽ കുട്ടികളുടെ മൃതദേഹങ്ങളും ശുചിമുറിയിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ ഇമ്രാനെയും കണ്ടെത്തിയത്. ഇമ്രാൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. സന മറ്റൊരാളുമായി അടുപ്പത്തിലാണെന്ന് ഇമ്രാൻ സംശയിച്ചിരുന്നു. സനയ്ക്കൊപ്പം കുട്ടികൾ വളരുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അവരെ കൊലപ്പെടുത്തിയത്, സ്വയം ജീവനെടുത്തതുമെന്നുമാണ് മനസ്സിലാകുന്നത്. പോലീസിനോടാണ് ഇക്കാര്യം ഇയാൾ സമ്മതിച്ചിരിക്കുന്നത്. ഇമ്രാൻ എഴുതിയ കുറിപ്പും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ കുറിപ്പിലുമെല്ലാം വിശദമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള മരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഗുരുതരമായി തന്നെ നടന്നു വരികയാണ് എന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരമാണ്. അതുതന്നെയാണ് ഓരോ വാർത്തയിലൂടെ നമ്മൾ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവർ സ്വന്തം ചോരയെ തന്നെ കൊന്നുകളയുന്നത്, ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ സ്വന്തം ചോരയെ കൊന്നുകളയുന്ന ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിലും എപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. കുട്ടികളെ കൊന്നതിന് ശേഷം അച്ഛൻ മരണപ്പെടുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. അച്ഛനും അമ്മയും, അതായത് കുട്ടിയെ കൊന്നു അച്ഛനും അമ്മയും മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിരവധി വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ കേട്ട് തഴമ്പിച്ചു പോകുന്നു, മരവിച്ചു പോവുകയാണ് ഈ വാർത്തകൾ കേൾക്കുമ്പോൾ.